നിന്ന്. അപ്പോൾ ഈ ബലിവസ്തുവായിട്ട് നിനക്കൊരു ബന്ധമില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. ബലിവസ്തുവുമായി നിനക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കാഴ്ചവസ്തുക്കൾ എടുത്ത് വെക്കുന്ന സമയം മുതൽ ബലിവസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങണം. എപ്പോഴും ഒരു ഓർമ്മയും ഒരു പ്രാർത്ഥനയും ഉള്ളിലുണ്ടായിരിക്കണം നാളത്തെ ബലിവസ്തുവിന് വേണ്ടി. ഒരു വർഷം വളർത്താൻ തന്ന ആട്ടുകുഞ്ഞിന് ഒരു നേരം നീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചത്തുപോയല്ലേ? ഒരു കൊല്ലം കഴിഞ്ഞ് അതിനെ ബലിയർപ്പിക്കാൻ കാണുമോ? എല്ലാ ദിവസവും അതിന് വെള്ളവും കൊടുക്കുന്നുണ്ട്, തീറ്റയും കൊടുക്കുന്നുണ്ട്, അതിനെ വൃത്തിയായിട്ട് കുളിപ്പിച്ച് സൂക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിന്നോട് ഒരു ദിവസം ഒരുങ്ങാനല്ലേ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ ആ ബലിവസ്തു എടുത്ത് വയ്ക്കുന്ന സമയം തൊട്ട് അതിന് വെള്ളവും കൊടുക്കണം, തീറ്റയും കൊടുക്കണം, അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരുക്കണം, ഒക്കെ ചെയ്യണം. ഇതെല്ലാം നിൻ്റെ പ്രാർത്ഥന കൊണ്ട് ചെയ്യുക. നിൻ്റെ പ്രാർത്ഥനകളും നിൻ്റെ ത്യാഗങ്ങളും എല്ലാം വഴി ആട്ടിൻകുഞ്ഞിനെ വളർത്തുക, ബലിവസ്തുവിനെ ഒരുക്കിയെടുക്കുക. എന്നിട്ട് വേണം ബലിയർപ്പിക്കാൻ വേണ്ടി വരാൻ. എന്നിട്ട് അതെല്ലാം എടുത്തുകൊണ്ട് വേണം വരാൻ. അല്ലാതെ വെറുതെ ലോകം മുഴുവനുള്ള പാപിയെ കൊണ്ടുവന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് കരിയില വാരി കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്, കുറേ ആത്മാക്കളെ വാരി കൂട്ടിക്കൊണ്ട് പോരണ്ട. നിനക്കെടുക്കാവുന്ന അത്രയും കൂടി കൊണ്ടുവന്നാൽ മതി. ബാക്കിയുള്ളത് പിറ്റേ ദിവസം ബലിയർപ്പിച്ചാൽ മതി. ബലി അർപ്പിക്കാനുള്ളതിനെ ഒരുക്കി കൊണ്ടുവന്ന് തന്നെ ബലി അർപ്പിക്കണം. അങ്ങനെ എടുത്തുകൊണ്ട് വരിക. ഇപ്പം ഞാനതെല്ലാം ദൂരെ കളഞ്ഞു. എന്നിട്ട് എൻ്റെ ഹൃദയം എടുത്തു വെച്ചു. പിന്നെ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്ന കുറച്ച് പേരുടെ ഹൃദയവും കൂടി എടുത്തു വെച്ചു. എന്നിട്ട് വീണ്ടും വന്നു. കഴിഞ്ഞ ദിവസമായിട്ട് എടുത്ത് വന്നപ്പോൾ ഈശോ പറഞ്ഞു, കൊള്ളാം, വരിക. ഇനി എന്തിനാ വന്നതെന്ന് എന്നോടൊന്ന് പറയുക. ഇത്രയും കാലമായിട്ട് എന്തിനാ ഈ ദേവാലയത്തിൽ വന്നതെന്ന് നീ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ഈ വാതുക്കൽ കഴിഞ്ഞ പ്രാവശ്യം നീ ബലിയർപ്പിച്ച് പോയ അന്ന് തൊട്ട് ഈ വാതുക്കൽ ഞാൻ നിന്നെ നോക്കിയിരിക്കുക ബലിയർപ്പിക്കാൻ നീ വരുന്നതെന്ന് നോക്കി. നിനക്ക് ബലിയർപ്പിക്കാനുണ്ടെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് നീ വരുന്നതെന്ന് നോക്കി കഴിഞ്ഞ തവണ പോയപ്പോൾ തൊട്ട് ഇവിടെ നിൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് വരെയും വരുമ്പോൾ ഈ വാതുക്ക നിൽക്കുന്ന എന്നോടൊരു നന്ദി വാക്ക് നീ പറഞ്ഞിട്ടില്ല. വന്ന് വാതുക്ക നിൽക്കുന്ന എന്നെ ഒന്നും ശ്രദ്ധിക്കാതെ ഇടിച്ചകത്തേക്ക് കയറും. എന്നിട്ട് എൻ്റെ മാംസം കുറച്ച് വെട്ടി അറിഞ്ഞെടുത്തുകൊണ്ട് പോകും. എൻ്റെ വേദനയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല. അതുകൊണ്ട് വന്നിട്ട് ഒന്നെന്നോട് നന്ദി പറയുക, മറ്റൊന്ന് എന്തിനു വേണ്ടി വന്നു എന്നെന്നോട് പറയുക. പള്ളിയിൽ പല ആവശ്യത്തിന് ആൾക്കാർ വരും. അച്ഛനെ കാണാൻ വേണ്ടി വരും, പള്ളിയിൽ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വരും, അവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരും, കുർബാനയ്ക്ക് വരും, പല ആവശ്യത്തിനും പള്ളിയിൽ വരും. പള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ വരും. നീ എന്തിനു വന്നാന്ന് ഞാനെങ്ങനെയാണ് അറിയുന്നത്? പലപ്പോഴും കുർബാനയുടെ സമയത്ത് അവിടെ നിൽക്കുന്ന കാണുമ്പം കുർബാനയ്ക്ക് വന്നതാണെന്ന് ഞാൻ ഊഹിച്ചറിയുന്നതാ. അതുകൊണ്ട് എന്തിനു വന്നതാണെന്നും കൂടി പറയണം.